നമസ്കാരം. ഈ മാങ്ങാണ്ടി നമ്മളെ ചിരിപ്പിച്ച് കൊല്ലുമെന്ന് തന്നെ അറിഞ്ഞില്ലേ? ഒരു കേസ് വന്നിട്ടുണ്ട്. മാങ്ങാണ്ടി DGPക്ക് ഒരു കേസ് കൊടുത്തിരിക്കുന്നു. വിശ്വാസം വരുന്നില്ല? അതും ഒരു പെൺകുട്ടിക്കെതിരെ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നുള്ള ഒരു പരാതിയായിട്ട് DGPയുടെ അടുത്ത് പോയിരിക്കുകയാണ്. DGP ആ പരാതി കണ്ട് കണ്ണും തള്ളിയിരിക്കുന്ന ഒരു അവസ്ഥ നോക്കിയേ. MA ഷഹനാസിനെതിരെ DGPക്ക് പരാതി നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ. ഷഹനാസ് ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം എന്നാണ് പരാതി. ഷഹനാസിനെതിരെ കേസെടുക്കണമെന്നും ഗൂഢാലോചന നടന്നു എന്ന് അന്വേഷിക്കണമെന്നുമാണ് രാഹുലിന്റെ ആവശ്യം. ഷഹനാസിനെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകുമെന്നും മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ ഖേഗർ ജി തമ്പി അറിയിച്ചു. ഒരു കോൺസ്പിറസിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരാതികൾ വന്നിട്ടുള്ളതെന്നും അതുപോലെ തന്നെ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളുടെ മുന്നിലൂടെയും അലിഗേഷൻസ് പറയുന്നതും എന്നുള്ളതാണ് അലിഗേഷൻ. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ MA ഷഹനാസ് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞിട്ടുള്ള, ഒരു ഫോറത്തിലും പരാതി പറയാതെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞിട്ടുള്ള MA ഷഹനാസിനെതിരെ ഇന്ന് രാഹുൽ മാങ്കൂട്ടം ഔദ്യോഗികമായിട്ട് MLA എന്നുള്ള കപ്പാസിറ്റിയിൽ ഔദ്യോഗികമായിട്ട് കേരളത്തിന്റെ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ലീഗൽ നോട്ടീസ് അയക്കുന്നുണ്ട്. ബാക്കി നിയമ നടപടിയും കോടതി മുഖേന മാനനഷ്ടം തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ടുള്ള ലീഗൽ റെമഡീസ് എന്തായാലും ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഒരു മാനവും ഇല്ലാത്തവൻ മാനനഷ്ട കേസ് കൊടുത്തു. അതിനൊരു ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. ഈ നാട്ടിൽ ഗോവിന്ദചാമിക്ക് വരെ ഇനി എന്ത് ചെയ്യാം, DGPക്ക് പരാതി കൊടുക്കാം. ഇന്നലെ ആരോപണം ഉന്നയിച്ച ഷഹനാസിനെതിരെയാണ്. ഷഹനാസ് വെല്ലുവിളിച്ചു അവർ പറഞ്ഞ മെസ്സേജ് എല്ലാം പുറത്തേക്ക് വിടാൻ. അപ്പോൾ ഉത്തരവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ഒരു കേസ് കൊടുത്ത് എന്നെ അപമാനിക്കാൻ ശ്രമിച്ചത്. ആരെ? ഈ മാനം ഇല്ലാത്തവനെ അപമാനിക്കാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വാർത്ത വരുത്തുക എന്നുള്ളതാണ്. എന്തായാലും ഗോവിന്ദചാമിക്ക് വേണമെങ്കിലും ഇനി കേസ് കൊടുക്കാം. കാര്യം മാങ്ങാണ്ടി തുറന്നിട്ടിരിക്കുന്നത് അങ്ങനെ ഒരു പുതിയ വഴിയാണ്. അതായത് നാട് നീളെ നടന്ന് വിത്തുകാളെ പോലെ സ്ത്രീകളെ മൊത്തം പീഡിപ്പിച്ച് ഗർഭഛിദ്രം നടത്തി പോരാത്തതിന് പോക്സോ കേസ് വരെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു ചാനലിൽ ചെന്നിരുന്ന് പൈസ കൊടുത്ത് നേരെ വൈറ്റ് വാഷ് അടിച്ച് പുറത്തിറങ്ങിയിട്ടും അദ്ദേഹം പേര് പറഞ്ഞവർ തിരിച്ചു വന്ന് പ്രതികരിച്ചപ്പോൾ അവർക്കെതിരെ കേസ് കൊടുക്കുന്നു. ആ കേസ് കൊടുത്ത് അവരെ നിശബ്ദമാക്കാൻ ശ്രമിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഷഹനാസ് വെല്ലുവിളിച്ച കാര്യത്തിൽ സ്വന്തം അമ്മയുടെ മുന്നിലിരുന്ന് നമുക്ക് ഈ ഫോൺ ചെക്ക് ചെയ്യാൻ നിനക്ക് ധൈര്യം ഉണ്ടാടാ എന്ന് ചോദിച്ചതിന് അവർക്കെതിരെ DGPക്ക് കേസ് കൊടുക്കുകയാണ്. DGP അവിടെ തലയറിഞ്ഞു കിടന്ന് ചിരിക്കുകയാണ്. ഈ നാട്ടിൽ പീഡന വീരന്മാർ പോലും സ്ത്രീകൾക്കെതിരെ പരാതിയായിട്ട് വരികയാണ്. ഗോവിന്ദചാമി ഇനിയിപ്പോൾ വേണമെങ്കിൽ പരാതി കൊടുക്കാം. ഞാനല്ല, എന്നെയാണ് സൗമ്യ പീഡിപ്പിച്ചത്, ഞാൻ എൻ്റെ പ്രാണരക്ഷാർത്ഥമാണ് ആരെ സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതെന്ന് വേണമെങ്കിൽ ഇനി ആർക്ക് വാദിക്കാം? ഗോവിന്ദചാമിക്ക് വാദിക്കാം. ഞാൻ മെസ്സേജ് അയച്ചവർ, ഞാൻ തന്നെ ഞരമ്പം പ്രവർത്തനങ്ങൾ നടത്തി, ഞാൻ തന്നെ വിവാഹ വാഗ്ദാനം കൊടുത്ത് ഗർഭമുണ്ടാക്കിയതിന് ശേഷം എൻ്റെ മാനം പോയി എന്ന് കേസ് കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്തൊരു ഉളുപ്പില്ലായ്മയാണ്. പുതിയ പുതിയ തന്ത്രങ്ങൾ മാങ്ങാണ്ടി പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്രയും കാലം ലീഗലി പോകാത്തത് പലതിലും മൗനം പാലിക്കുകയായിരുന്നു. ഇനി സഡൻലി പോകുമ്പോൾ എൻ്റെ ഫാൻസുകാരെല്ലാം കൂടി ഇതാ പണി കൊടുക്കാൻ പോകുന്നു. ആര്? പണി എരന്ന് മേടിക്കാൻ പോവുകയാണ്. എന്തായാലും മാങ്ങാണ്ടി അതിജീവനത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, PR പണി, ഒപ്പം തന്നെ നിങ്ങൾ ആലോചിക്കുക, ഈ അടുത്ത കാലത്ത് ശാസ്തമംഗലം മോഹനാണ് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായത്. ഇത് മറ്റേതോ ഒരു വക്കീല് ഹാജരാകുന്നുണ്ട്. അതായത് ഇഷ്ടംപോലെ പണം, ലീഗന്മാരെ എല്ലാം അല്ലെങ്കിൽ സുഡാപ്പികളെ എല്ലാം മാക്സിമം മുൻചിച്ച് ഇഷ്ടംപോലെ പണം ഉണ്ടാക്കുന്നു. ആ പണം കൊണ്ട് ഒരു 10 കോടി അടുപ്പിച്ച് കൊടുത്തു. ആർക്ക്? ശ്രീകണ്ഠൻ നായർക്ക്. അതല്ലാതെ വെള്ളപൂശൽ നടക്കില്ല എന്ന് പറഞ്ഞു. 10 കോടിയേക്ക് 10 കോടി. ഇപ്പോൾ അഡ്വക്കേറ്റുമാർക്കെല്ലാം ലക്ഷങ്ങൾ ഫീസ്. എവിടെ നിന്നാണ് ഈ പണം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സ്ത്രീ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ സ്ത്രീയെ ഭയക്കുകയാണ്. അതായത് ഇന്നലെ വരെ സുഹൃത്തായിരുന്നു എന്ന് പറഞ്ഞ വ്യക്തി അവർ പറഞ്ഞ പോലെ ചാറ്റ് പുറത്തേക്ക് വിട്, എല്ലാം പുറത്തേക്ക് വിടാതെ കേസിന് പോവുകയാണ്. ആ കേസിന് പോയി ഒരു വാർത്ത സൃഷ്ടിക്കുക, അതിലൂടെ പലർക്കും ഇതാ മാങ്ങാണ്ടി പണി കൊടുക്കാൻ പോകുന്നു എന്ന് തോന്നലിനപ്പുറം ഈ നാട്ടിൽ ഇതൊക്കെ കാണുമ്പോൾ ഇവനോട് കൂടുതൽ പരിഹാസം തോന്നുകയാണ്. ഇവൻ ആരോടാ ഈ നാറിയ തന്ത്രമൊക്കെ ഇറക്കി കളിക്കുന്നു എന്നാണ് ഈ നാടിന് തിരിച്ചു ചോദിക്കാനുള്ളത്.